ഹലോ നമസ്കാരം, എൻ്റെ പേര് ഗ്രേസ്. ദിസ് ഇസ് സ്റ്റഡി വിത്ത് ഗ്രേസ്. ആദ്യം തന്നെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ഏറ്റവും വലിയ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാനുണ്ടായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ആദ്യം തന്നെ താങ്ക് യു ആൻഡ് വെൽക്കം ടു ദ ഫാമിലി. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പലപ്പോഴും ആരും തന്നെ അഡ്രസ്സ് ചെയ്യാത്ത, നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ പോലും നമ്മളാരും തന്നെ ചിന്തിക്കാത്ത ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. സോ ബേസിക്കലി ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ ബേസിക്കലി ലീനിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കോംപ്രിഹെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നോട്ടെല്ലാം എഴുതുന്നത് ഇങ്ങനെ നേരെ ടെക്സ്റ്റ് എല്ലാം ഇങ്ങനെ ഒരു പാരഗ്രാഫ്, ഒരു എസ്സേ പോലെയൊക്കെയാണ് ഇങ്ങനെ കിടക്കുക. സോ ഈ സാധനങ്ങളെ ഒരുമിച്ച് നമ്മൾ വായിച്ച് തലയിലേക്ക് കയറ്റാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നമ്മുടെ തലച്ചോറിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത്? അത് ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് വരുന്നു. എന്നാൽ ഓഗസ്റ്റ് 15 1940 എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഓഫ് കോൺഗോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നു. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് അതായത് ഇപ്പോൾ 15th ഓഗസ്റ്റ് തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഇന്ത്യയും കോൺഗോയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഓർത്തിരിക്കുക. അതേപോലെ നമ്മൾ ചെറുപ്പത്തിൽ വീണ ചില ഇമോഷൻസ് ഒക്കെ ഉള്ള ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല എന്ന് പറയില്ലേ. ഫോർ എക്സാമ്പിൾ ഒരുപാട് സന്തോഷിച്ചത്, ഒരുപാട് കരഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ മറക്കില്ല എന്ന് പറയില്ലേ. ബ്രെയിൻ ആ ഇമോഷനെ ആ ഇവൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലെക്ചർ നോട്ട് എടുക്കുന്നതും ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നതൊന്നും തന്നെ ഒരു ഗുഡ് സ്റ്റഡി മെത്തേഡ് അല്ല എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഒരുപാട് സ്റ്റഡീസ് ഈ ഹൈലൈറ്റിങ്ങും റീറീഡിങ്ങും ഒന്നും നല്ല മെത്തേഡ് ഓഫ് സ്റ്റഡീസ് അല്ല എന്ന് പറയുന്നുണ്ട്. സോ എങ്ങനെ പഠിക്കണം? ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ബേസിക്കലി അതിനെ വിളിക്കുന്നത് സ്കിം, ടീച്ച്, ഫ്ലാഷ് കാർഡ്, റിപ്പീറ്റ് എന്നാണ്. ഇത് ഞാൻ ഡിഫൈൻ ചെയ്തു തരാം കേട്ടോ. ഫസ്റ്റ് സ്കിം ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ സ്കിം ചെയ്ത്, അതായത് ഓടിച്ച് നോക്കി വായിക്കുക എന്ന് പറയും. ഈ വായിക്കൽ പറ്റുവാണെങ്കിൽ നമുക്ക് ക്ലാസ് എന്നാണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ലെക്ചർ എപ്പോഴാണോ അതിൻ്റെ തലേ ദിവസം ചെയ്യാം. അതായത് ഇപ്പോൾ സബ്ജക്റ്റ് എ തിങ്കളാഴ്ചയും സബ്ജക്റ്റ് ബി ചൊവ്വാഴ്ചയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച അല്ല സബ്ജക്റ്റ് എ പഠിക്കേണ്ടത്, പകരം സൺഡേ സബ്ജക്റ്റ് എയും സബ്ജക്റ്റ് ബി മൺഡേയും പഠിക്കണം. അതായത് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ലെക്ചറിന് പോയിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കും. അതായത് ഒരു ടീച്ചറിൻ്റെ വ്യൂ പോയിന്റ് ആയിരിക്കണം എന്നില്ല ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവേണ്ടത്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അനലൈസ് ചെയ്യാനും നമുക്ക് പഠിക്കാനും നമ്മുടെ സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാനും ഈ ഒരു മെത്തേഡ് സഹായിക്കും. സോ ഫസ്റ്റ് സ്കിം. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടീച്ച്. അതായത് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒരു 5ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതായത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ടീച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യം ഒരു 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചാൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നാണ് അർത്ഥം. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പോയിന്റ്, ഫ്ലാഷ് കാർഡ്. ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നൊരു സ്പേസ് റിപ്പറ്റീഷൻ മെത്തേഡാണ്. അതായത് ഇപ്പോൾ ഈ 2 ഫ്ലാഷ് കാർഡ് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്ലാഷ് കാർഡ്. ബേസിക്കലി സ്പീക്കിംഗ് നമുക്കൊരു ഡേറ്റോ തിയറിയോ എന്തെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ പീസസിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എഴുതി ആ ഇൻഫോർമേഷനെ നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ നോക്കുക. ഇത് ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡെക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോർമുലാസ് അതുപോലത്തുള്ള കാര്യങ്ങൾ ഇതേപോലെ എഴുതി നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഈ സൈഡിൽ പൈത്തഗോറസ് തിയറം എന്ന് എഴുതുന്നു, ബാക്കിൽ തിയറം എന്താണെന്ന് എഴുതുന്നു, ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് നിങ്ങൾക്ക് ആ തിയറം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പേപ്പറിൽ മാത്രമല്ല കേട്ടോ, ആപ്സിൽ ചെയ്യാം. ഫ്ലാഷ് കാർഡ് മേക്കിംഗ് ആപ്പ്, എൻ്റെ ഫേവറേറ്റ് ആപ്പ് എന്ന് പറയുന്നത് ആങ്കിയാണ്, ANKI. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പാണ്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആപ്പ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വിൻഡോസിലും ഈ സെയിം ആപ്പ് സപ്പോർട്ട് ചെയ്യും. ഫ്രീ ആണ്, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അല്ല ഇനി നിങ്ങൾക്ക് ആ ആപ്പിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ നമുക്കതും ചെയ്യാം. സോ അടുത്തത്, അപ്പോൾ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കും. നമ്മൾ ഈ ഫ്ലാഷ് കാർഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് റിവൈസ് ചെയ്യുന്നു. അപ്പോൾ ആങ്കിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫിക്കൽട്ടി, അതായത് നമുക്കിപ്പോൾ ഉത്തരം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹാർഡാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സ്പേസ് റിപ്പിറ്റേഷൻ. അപ്പോൾ അത് വീണ്ടും ചോദിച്ചിട്ട് നമുക്ക് ആ സബ്ജക്റ്റ് തറോ ആയി കഴിയുമ്പോൾ മാത്രമേ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. സോ അങ്ങനെ ആങ്കിയിലൊരു പ്രത്യേകതയുണ്ട്. ഇനി നെക്സ്റ്റ്, നമ്മൾ ഇപ്പോൾ സ്കിം പറഞ്ഞു, അതേപോലെ ടീച്ച് പറഞ്ഞു, ഫ്ലാഷ് കാർഡ് പറഞ്ഞു. റിപ്പീറ്റ് എന്ന് പറയുന്നത് ഈ സെയിം സ്റ്റെപ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്ക് പുതിയ നോളേജുകൾ കിട്ടുമ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഇവിടുത്തെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഈ കാര്യങ്ങളുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയായിരിക്കും. സോ
ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളും കമൻറ്റ് ചെയ്താൽ നമുക്കതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് എല്ലാവർക്കും ഒരുമിച്ച് കണ്ടുപിടിക്കാം. സോ hope this video was helpful. Thanks for being productive and once again thank you for being in the channel. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.